റബ്ബിനോട് ചോദിക്കുകയാണ്, എത്ര വലിയ അവസരമാണ് റമളാനിൽ നമ്മുടെ അരികിലേക്ക് വരുന്നത്. പരിശുദ്ധരായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ശഅബാനിന്റെ അവസാനത്തിൽ ഈ മാസത്തിന്റെ പ്രാധാന്യം പറയുകയാണ്. ആകാശവിധാനങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഇറങ്ങുന്ന മാസം, അല്ലാഹു റബ്ബുൽ ആലമീൻ സ്വർഗം തുറന്നിട്ട് കാത്തിരിക്കുന്ന മാസം, നരകത്തിന്റെ കവാടങ്ങൾ അടഞ്ഞു പോകുന്ന മാസം, അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന അടിമകൾക്ക് ഓരോന്നിനും 7 ഇരട്ടി 700 ഇരട്ടി 70,000 ഇരട്ടി പ്രതിഫലങ്ങൾ വാരിക്കോരി നൽകുന്ന മാസം വരുന്നുണ്ട് റമളാൻ. ആ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോഴോ മഹാന്മാരായ നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം നോക്കൂ. ശഅബാനായാൽ അവരവരുടെ സ്വഹാബുകളെ ഉപദേശിക്കുകയാണ്, തഹ്ഹിറൂ ഖുലൂബക്കും, നിങ്ങളുടെ ഹൃദയമൊന്ന് ശുദ്ധിയാക്കി വെച്ചോ. കാരണം റമളാൻ ഒരു നിസാരമായ കാലമല്ല. ശഅബാനിൽ ഒരുങ്ങിയിട്ടാണ് റമളാനിലേക്ക് കടക്കേണ്ടത്. കാല് കഴുകാതെ നമ്മൾ പള്ളിയിലേക്ക് കയറാറില്ല. കാരണം പള്ളി അല്ലാഹുവിന്റെ ഭവനമാണ്. അല്ലാഹു ആദരിച്ച മാസമാണ് വരാനുള്ളത്. അല്ലാഹുവിന്റെ